പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 വീക്ക് കൊണ്ട് എൻ്റെ ഹെയറിലുണ്ടായ ചില മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ കാച്ചിയ എണ്ണയാണ്. ഒരു 1 വീക്കായിട്ട് ഞാൻ വീട്ടിലാണുള്ളത്, അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അമ്മ എനിക്ക് കാച്ചി തന്നൊരു എണ്ണയാണ്. എൻ്റെ തലയിൽ നല്ല താരന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, മുടിയുടെ താഴെ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഒരു എണ്ണ കാച്ചി തന്നു. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്താണ് അമ്മ കാച്ചി തന്നത്. അപ്പോൾ ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്: കറിവേപ്പില, ചെമ്പരത്തിയുടെ ഇല, കറ്റാർവാഴ, ചെമ്പരത്തി മൊട്ട്, ചെമ്പരത്തി പൂവ്, അതുപോലെ ഉലുവ, കുരുമുളക്, ജീരകം എന്നിവയൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. പിന്നെ ഈ ഉലുവ, കുരുമുളക്, ജീരകം ഒഴികെ നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ, ജീരകം, കുരുമുളക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ അരക്കണതിൻ്റെ കൂട്ടത്തിൽ ആര്യവേപ്പ് കൂടെ ആഡ് ചെയ്യണം. നമ്മളത് പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ എണ്ണ ചൂടാറി കഴിയുമ്പോൾ അതിലുള്ള മിക്സൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് അരിച്ച് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. ദിവസവും കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഈ എണ്ണ നല്ലപോലെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.